അങ്ങനെയൊക്കെയുള്ള അനുഭവം. നേരത്തെ പറഞ്ഞതല്ലാതെ പിന്നെയും ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. പുരസ്കാരങ്ങൾ എനിക്ക് 10 മൊത്തം കിട്ടിയിട്ടുണ്ട്. 10 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നാരായണ ഗുരു തന്ന 1, പിന്നെ ഭരണഭാഷാ പുരസ്കാരം, അത് മലപ്പുറം കലക്ടർ, അതായത് നവംബർ മാസം ഭാഷയാണല്ലോ. അപ്പോൾ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാനും മണമ്പൂർ രാജൻബാബു എന്നൊരാളുണ്ട്, അദ്ദേഹം വേറെ ആളുണ്ടായത്, അങ്ങനെ 3 ആൾക്ക് പുരസ്കാരം തന്നെ ഉണ്ടായി. പിന്നെ NV കൃഷ്ണവാര്യർ പുരസ്കാരം സാക്ഷരതാ പ്രവർത്തനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള അതിനെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത് തന്നിട്ടുള്ളത്. പിന്നെ നവോത്ഥാന വേദി പാലക്കാട് മണ്ണാർക്കാട് ഒരു സംഘടനയുണ്ട്, അവർ നവോത്ഥാന വേദിയുടെ ഒരു പുരസ്കാരം തന്നെ ഉണ്ടായി. അത് കവിതകൾക്ക്, ഞാൻ എഴുതിയ കവിതകളെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. പിന്നെ മിത്രവേദി മുറയൂർ, അതും കവിതകളെ മുൻനിർത്തിക്കൊണ്ട് ആ കവിതകളെ അംഗീകരിച്ചുകൊണ്ടാണ്. പിന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു പുരസ്കാരം അവിടെ നടത്തിയിട്ട് പാഠകം, അതിൽ ഖാദിൻ്റെ അന്നത്തെ കാലത്തെ ഏറ്റവും ഗംഭീരന്മാരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ തിരുവത്ര ദാമോദർജി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, ഇക്കണ്ട വാര്യർ, ശ്രേഷ്ഠരായ വ്യക്തികളായിരുന്നു അവർക്ക്. അവരൊക്കെ പഠിച്ചിട്ട് കേരള ബജറ്റിൻ്റെ ഒരു മെമ്മോറിയലൊക്കെ ആയിട്ട് അതിൽ വെച്ചിട്ട് ഒരു പാഠകം നടത്തിയപ്പോൾ ഒരു പുരസ്കാരം തന്നവർ. പിന്നെ പിന്നീട് ചാക്യാർ വിനോദം മാസിക എന്ന് പറഞ്ഞിട്ട് വടകര, അവരൊരു വിനോദത്തിന് നൽകുന്ന അവാർഡ് എനിക്ക് തന്നു. പിന്നെ മാധവീകൃഷ്ണ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് അരിയല്ലൂരിലെ നാട്ടിലുള്ള ഒരു പുരസ്കാരമുണ്ട്, അത് അവർ 5 കൊല്ലം കൂടുമ്പോൾ കൊടുക്കുന്നതാണ്, ഒരു എമൗണ്ടൊക്കെ ആയിട്ട് അതും തന്നു. പിന്നെ സഞ്ജയൻ പുരസ്കാരം കഴിഞ്ഞ മാസം കിട്ടിയത്, അതാണ് PVC അവിടുത്തെ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹമായിരുന്നു തന്നുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടുകൂടി ആ പുരസ്കാരം ലഭിച്ചു. കണ്ണൂർ വെച്ചായിരുന്നു കഴിഞ്ഞ മാസം സെപ്റ്റംബറിലായിരുന്നു. പിന്നെ ഒക്ടോബറിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു സൗഹൃദം കലാസമിതിയുണ്ട്, അവർ ഒരു കീർത്തിമുദ്ര അടുത്ത് കിട്ടിയത് അതാണ്, ആ അവാർഡ് തന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു 10-11 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് അംഗീകാരമാണല്ലോ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പാഠകം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ധാരാളം കിട്ടുന്നുണ്ടാവുമല്ലോ. പാഠകം സംസ്കൃത ശ്ലോകം, ഒരു ശ്ലോകം അല്ലെങ്കിൽ കുറച്ച് ശ്ലോകങ്ങളോ, അതിനനുസരിച്ച് 2-3 മണിക്കൂർ നേരം വലിയ വലിയ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാർ ക്ഷേത്ര പരിസരത്ത് മാത്രം നടത്തുന്ന ഒരു കലയാണ്. ഇപ്പം അതിന് മോചനം കിട്ടിയിട്ടുണ്ട്. ഞാൻ മാണി മാധവ ചാക്യാർ എന്ന് പറഞ്ഞ മഹാശയനായിരുന്ന ആളെ കാണാൻ വേണ്ടി ഞാൻ ലക്കിടി പോയിരുന്നു. അദ്ദേഹത്തിന് പാദ നമസ്കാരം ചെയ്ത് ഞാൻ ദക്ഷിണയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു, എന്നെ ഈ പാഠകം പറയാമെന്ന് പഠിപ്പിച്ചായിരുന്നു ഗുരുനാഥനായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആരും പറയാറില്ല, മലയാളികൾ പറയാറില്ല, അമേരിക്കക്കാരൊക്കെ വന്ന് എന്നോട് പറയാറുണ്ട്. അവിടെ പറയാറുണ്ട്, നിങ്ങൾ വന്നല്ലോ, ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു കുറേ നേരം കാര്യങ്ങളെ പറ്റി പറഞ്ഞു. മത്തവിലാസം എന്നൊരു പുസ്തകം എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, സംസ്കൃതം കുറച്ച് ആദ്യം പഠിക്കും. എനിക്ക് നിർഭാഗ്യവശാൽ സംസ്കൃതം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ രംഗത്ത് പെട്ടെന്ന് പോയാൽ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ മലയാള ശ്ലോകങ്ങൾ, കുറേ ശ്ലോകങ്ങൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ട് ആ ശ്ലോകങ്ങൾ മറ്റവർ പറയുന്നതൊക്കെ കേട്ട് പഠിച്ചിട്ട് ആ രീതിയിൽ അത് പല സ്ഥലത്തും, അത് പ്രത്യേകിച്ചും ഈ PM മണിക്കരും PT ഭാസ്കര മണിക്കരും എന്നെ കണ്ടാൽ അവരും ശ്ലോകം ചൊല്ലിച്ച് ഒരു പാഠകം പറയിച്ചേ വിടുള്ളൂ. പ്രത്യേകിച്ച് PTBക്ക് വലിയ കാര്യം അതല്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഠാണാവിൽ ജനനം വളർന്നത് ഇടയപ്പെണ്ണിൻ്റെ കൈത്തൊട്ടിലിൽ പ്രാണൻ കാത്തത് പെൺകൊല കൊടുമയാൽ വിദ്യാലയം ഗോഗൃഹം ക്ഷോണീരംഭകളം വൃജാംഗനഗജഞ്ചാരത്വം ഉദ്യോഗം എന്താണാവോ തവമേന്മ കംസവധമോ പാർത്ഥൻ്റെ സാരഥ്യമോ. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാം. കുടുംബം, എൻ്റെ അച്ഛനമ്മമാർ, അമ്മ ഈ നാട്ടിൽ തന്നെ ഉള്ള ആളും, അച്ഛൻ പാലക്കാട് മഞ്ഞപ്ര, പുതുക്കോട് മഞ്ഞപ്ര എന്ന് പറയും, അവളുള്ള ആൾ വരുന്നു. നേരത്തെ സൂചിപ്പിച്ച അച്ഛൻ ഓരോ സ്ഥലത്തൊക്കെ പോയി അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഈ നാട്ടുകാരി തന്നെയാണ്, വിശേഷിച്ച് പണിയൊന്നുമില്ല. PM മണിക്കൂർ സാറ് പറഞ്ഞമാതിരി പണിയുള്ളൂ. അതിനും അവരുടെ നടത്തത്തിൻ്റെ ഒരു അളവെടുത്താൽ പണി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും തോന്നുന്നു. കിലോമീറ്ററോളം ഉണ്ടാവും. അത് വളരെ ശരിയാണ്. അദ്ദേഹം പറയും, നിങ്ങൾ ഈ ഭാര്യക്കഥ ഒരു മിക്ക ആൾക്കാരും പണിയൊന്നും ഇല്ലയെന്ന് പറയും. അത് ശുദ്ധ കളവാണെന്ന് പറയും അദ്ദേഹം. അതൊരു സത്യം. അങ്ങനെയാണ്. 3 മക്കളാണ്. 2 പെൺകുട്ടികൾ, താഴെ ഒരു ആൺകുട്ടി, 3 അങ്ങനെ ആളുകളാണ്. ഒരു പെൺകുട്ടി ബ്യൂട്ടി പാർലർ അടുത്താണ്. ഒരു പെൺകുട്ടി ഒരു മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിസ്റ്റായിട്ട് സ്വന്തം മെഡിക്കൽ ഷോപ്പിൽ തന്നെ നിൽക്കുകയാണ്. 3-ാമത്തെ ആൾ ഡോക്ടറായിട്ട് ഈ ചെട്ടിപ്പടി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറാണ്. അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മകൻ.
അങ്ങനെ 3 ആൺകുട്ടികളും എല്ലാവരും മേരൊക്കെ കഴിഞ്ഞു. അവർക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ഓരോ വീടൊക്കെ എടുത്ത് താമസിക്കുകയാണ്. അക്ഷരക്കടലിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രം ഉള്ളിപ്പം. ആരെങ്കിലും ഇടയ്ക്കിടക്കുണ്ടാവും, പിള്ളേർ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും അക്ഷരക്കടലിൽ. പക്ഷെ അവിടെ എത്തുമ്പോൾ പ്രത്യേകത, ഇന്നലെ ഹൈസ്കൂളിലെ കുറേ പെൺകുട്ടികൾ വന്നിരുന്നു. എന്താ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വള്ളിക്കുന്നിൻ്റെ ചരിത്രം ഒന്നും എഴുതണമെന്നുണ്ട്, സാറിന് എന്തൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുക, വള്ളിക്കുന്ന് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടും എപ്പോഴും ആളുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അക്ഷരക്കടലിൻ്റെ ഒരു ഗുണം. ഈ ഒരു ബന്ധമുണ്ട്, എപ്പം നോക്കിയാലും സഹൃദയരുടെ ഒരു ബന്ധം അത് അനുഭവിക്കാൻ കഴിയുന്നു. ഭാര്യയ്ക്ക് ധാരാളം ജോലിയൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പറയും ജോലി ചെയ്ത് വേണ്ടാവുന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ജോലിക്കൊന്നും ആളെ കിട്ടില്ലല്ലോ, അതിന് സഹായിക്കാനൊന്നും ആളെ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറില്ല അത് കണ്ട് വാ. എന്നാൽ ഇത് അത്ഭുതകരമായ കാര്യം, അത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കുരുവിള ജോൺ എന്ന് പറയുന്ന കലക്ടർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിലേക്ക് പോയിട്ട് എൻ്റെ ഭാര്യനെ സഹായിച്ചു. ഇത് ജീവിതത്തിൽ നമ്മൾ ധാരാളം അനുഭവം ഉണ്ടാവുമെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ അപൂർവമായിരിക്കും. അപ്പോൾ അവരുടെ ആ സാത്വിക ഭാവമൊക്കെ ഇവിടെ കലക്ടർ ഞാൻ ഇപ്പോൾ കലക്ടറൊക്കെ മാറി പോയി, ഗവർണറുടെ PA ആണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ എന്നെ കണ്ടുകൊണ്ട് എന്നെ പറഞ്ഞു ഇനി വന്നാൽ ഇവിടെ ഒന്നും റൂം എടുക്കണ്ട, എനിക്ക് അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിൽ വന്നാൽ മതി, ഞാൻ അറിയിച്ചാൽ മതി, ഫോൺ നമ്പറും തന്നു. ഞാൻ അങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം ഈ മഹാമനസ്കത ഉള്ള ആളുകൾ ഇതാണ്. ആളുകൾ കുടുംബത്തിൽ കാര്യമായിട്ട് പറഞ്ഞാൽ തന്നെയുള്ളൂ. മക്കളുടെ അതിൽ മാത്രം അധ്യാത്മരാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് താല്പര്യമുണ്ട്. പിന്നെ കവിതയായിട്ടോ ആദ്യകാലത്ത് കവിതയായിട്ടൊന്നൊരു യാതൊരു ബന്ധമില്ല, ഒരാവശ്യ കാര്യമാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പിന്നെ ഞാനതൊക്കെ വായിക്കുമ്പോഴത്തേക്കും അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ചില പുസ്തകങ്ങൾക്ക് കൂടി ഇങ്ങനെ ഈ എമൗണ്ട് കിട്ടിയ ഒരു എമൗണ്ട് കൊണ്ട് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങി കൊടുത്തു. അപ്പോൾ സന്തോഷമായി. നീ അടുത്ത പുസ്തകം എപ്പോഴാണ് അത്ര അങ്ങനെയാണ് അതിലൊക്കെ എല്ലാവരുടെ സാഹിത്യമായിട്ട് അങ്ങനെ ബന്ധമുള്ള ആളൊന്നുമില്ല. ഒരു 3 പുസ്തകങ്ങൾ TBS ഒക്കെ ആയിട്ട് എമൗണ്ട് തരും. പിന്നെ 2 IPS എന്ന് പറയും, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. അവർ സാധാരണ നല്ല വലിയ എമൗണ്ട് അവർ തരും. അവർ ധാരാളം പോയി പിടിക്കുന്നുണ്ട്. 2 അവരടിച്ചു. പിന്നെ ഞാൻ സ്വന്തം അടുപ്പിച്ചതാണ്. ഞാൻ സ്വന്തം അടുപ്പിച്ചിട്ട് ഈ പുസ്തകങ്ങൾ ഞാൻ ഏതെങ്കിലും സദസ്സിൽ പോയി എന്നോട് അവിടെ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ ഇതിലത്തെ 2 or 3 പാട്ട് പാടി കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും ഇപ്പം പാടിയ പാട്ടുകളുള്ള പുസ്തകങ്ങൾ ഉണ്ട്, ആവശ്യക്കാർക്ക് എടുക്കാം. അത് തന്നെ. യെസ്. പഞ്ചായത്ത് പ്രസിഡൻ്റെ മൂക്ക് ഞാൻ ആ കഥ ഒരു സ്ഥലത്ത് ഒരു സമ്മേളനത്തിൽ പോയിട്ട് പാടിക്കൊടുത്തിട്ട് ഞാൻ 50 കോപ്പി എടുത്ത് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടല്ലോ, 50 അപ്പം തന്നെ തീർന്നു. പിന്നെ ഇനി എപ്പോഴും കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പുസ്തകങ്ങളും ആ സദസ്സിൽ വെച്ചിട്ട് തന്നെ വിൽക്കും. രാമുണ്ണി വാരിയർപ്പ്യൂണായ കാരണം മാലതിക്കിഷ്ടമായില്ല, അച്ഛനും അമ്മയും എത്ര പറഞ്ഞിട്ടും പെണ്ണിന് സമ്മതമല്ല, പ്യൂണിനെ ഭർതൃപദത്തിൽ അവരോധിച്ചിടുന്നതെങ്ങനെ അമ്മേ, നാണം കൊണ്ടെങ്ങനെ ഞാൻ പിന്നെ ഈ തറവാട്ടിലെ വാതിൽ തുറക്കും, BA പരീക്ഷ ജയിച്ചവളാണു ഞാൻ, അമ്മയ്ക്കറിഞ്ഞൂടെന്നുണ്ടോ, രാമുണ്ണി വാരിയർ നല്ലവനെങ്കിലും പ്യൂണെന്നൊരു ദോഷമില്ലേ, അദ്ദേഹം BSc ആണെന്നിരിക്കലും ഉദ്യോഗം താണുപോയില്ലേ, തങ്കക്കുടത്തിൻ്റെ വാദമുഖങ്ങളെ തള്ളിക്കളയുവാൻ വയ്യ, എത്രയായാലും ശിവായിയാണ്, ആനയും സിംഹവുമല്ല, മാലതി കുഞ്ഞിവൾ പോലീസ് മേധാവി മാണിക്യമേനോൻ്റെ പുത്രി, 4 പേർ കേട്ടാൽ ചിരിക്കുന്ന രീതിയിൽ അവരുതല്ലോ വിവാഹം, പത്രത്തിലൊന്നു പരസ്യപ്പെടുത്തണം ഭർത്താവ് വേണമെന്നിപ്പോൾ, എത്താതിരിക്കില്ല അപേക്ഷകളായിരം കൊത്തിയെടുക്കാം ഒരാളെ, മാധവ മാസ നിലാവു പോൽ മാലതി മാധുര്യമുള്ളവളല്ലോ, നല്ലിളം പാക്കുപോലുള്ളൊരീ സുന്ദരി യൗവനത്തിൻ സ്വപ്നമല്ലോ, സൂത്രം ഫലിച്ചു വിദേശത്ത് നിന്നൊരു ചിത്രം മനസ്സിൽ തറച്ചു, മാലതിക്കുട്ടിയും ഭർത്താവും അങ്ങനെ 4-5 രാത്രി കഴിച്ചു, പിറ്റേന്ന് സായാഹ്ന വേളയിലേവരും മുറ്റത്തിരുന്നുല്ലസിക്കേ, അമ്മൂമ്മ ചോദിച്ചു മാലതീകാന്തനോട് എന്താ ദുബായിൽ പ്രവൃത്തി, ഒട്ടും മടിക്കാതുറക്കെ പറഞ്ഞയാൾ ഗേറ്റുമേനാണു ഞാനമ്മേ.
അക്കരെയാണെങ്കിൽ ജോലി എന്താണെന്ന് നോക്കേണ്ടതില്ല മുത്തശ്ശി. അക്കരെയാണെങ്കിൽ ജോലി എന്താണെന്ന് നോക്കേണ്ടതില്ല വല്യമ്മേ. അതാണ് ഒരു കഥ. പിന്നെ ഹർത്താൽ അതെ, പൂർണ്ണ മതി. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ശ്രീ രാവണപ്രഭുവിൻ്റെ തൂലികയിൽ നിന്നും ഇനിയുമേറെ രചനകൾ പിറക്കട്ടെ എന്ന് ആശിക്കുകയാണ്. രസിക ശിരോമണി ശ്രീ രാവണപ്രഭുവിന് റീജിയണൽ ചാനലിൻ്റെയും പ്രേക്ഷകരുടെയും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കേരള വിഷനും റീജിയണൽ ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. പ്രവർത്തകരെയൊക്കെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നു. നമസ്കാരം.